സെൽഫ് സൊല്യൂഷൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നോക്കിയ 1203, അതായത് നോക്കിയ TA1203യുടെ ലൈറ്റ് കംപ്ലൈൻറ്റിനെ കുറിച്ചാണ്. ഡിസ്പ്ലേ ലൈറ്റ് ഇങ്ങനെ വന്ന് നിൽക്കുന്ന കംപ്ലൈൻറ്റിനെ കുറിച്ചാണ്. ഡിസ്പ്ലേ വർക്ക് ചെയ്യുകയില്ല, ഇങ്ങനെ വന്ന് നിൽക്കുകയേ ഉള്ളൂ. വളരെ ശ്രദ്ധിച്ച് നോക്കിയാൽ നോക്കിയ എന്നെഴുതി കാണിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, പക്ഷേ ലൈറ്റ് ഉണ്ടാകത്തില്ല. ഈ കംപ്ലൈൻറ്റ് എങ്ങനെ നമുക്ക് റെഡിയാക്കാമെന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധിച്ച് കാണുക. ആദ്യമായിട്ട് നമുക്കിതൊന്ന് അഴിക്കണം. അഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കുക, വാട്ടർ ഡാമേജ് വല്ലതും ഉണ്ടോയെന്ന് നോക്കുക. അതിനുശേഷം നമുക്ക് ഈ ഡിസ്പ്ലേ ഒന്ന് അഴിക്കാം. ഡിസ്പ്ലേയുടെ കണക്ടറിലോ വല്ലോ ഡാമേജ് വല്ലതും ഉണ്ടോ എന്ന് നോക്കണം. ഈ കണക്ടറിൽ നിങ്ങൾ ഇങ്ങോട്ട് പൊക്കി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും, ഉണ്ടോ ഇവിടെ വെള്ളം വന്നിട്ടുണ്ട്, വെള്ളത്തിൻ്റെ വാട്ടർ ഡാമേജ് കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ അതൊന്ന് ക്ലീൻ ചെയ്തേക്കുക. എന്നിട്ട് അവിടെയാണ് കത്താൻ സാധ്യതയുള്ളത്. രണ്ടാമത്തെ കണക്ഷനാണ്, അതാണ് പോസിറ്റീവ് വോൾട്ടേജ് കയറുന്ന ഡിസ്പ്ലേയിൽ പോസിറ്റീവ് വോൾട്ടേജ് വരുന്ന കണക്ഷൻ. അപ്പോൾ അവിടെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ജമ്പർ കൊടുക്കാം. ജമ്പർ കൊടുക്കാനായിട്ട് ഇവിടുന്ന് രണ്ടാമത്തെ പോയിൻറ്റിലേക്കാണ് നമ്മൾ ജമ്പർ കൊടുക്കേണ്ടത്. രണ്ടാമത്തെ പോയിൻറ്റ് ഈ സൈഡിൽ നിന്നാണ് രണ്ടാമത്തെ പോയിൻറ്റിലേക്ക് ഇവിടെ ഒന്ന് സ്ക്രാച്ച് ചെയ്യുക. നമ്മളൊരു ജമ്പർ വയർ എടുത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് കൊടുക്കേണ്ടത് ഈ ലൈറ്റിൻ്റെ ഈ കണക്ഷനിലേക്കാണ്, ലൈറ്റിൻ്റെ പോസിറ്റീവ് കണക്ഷനിലേക്കാണ് കൊടുക്കേണ്ടത്. അതായത് ഈ കണക്ഷൻ ആ ഭാഗത്തേക്കാണ് കൊടുക്കേണ്ടത്. ലൈറ്റിൻ്റെ മുകളിലത്തെ കണക്ഷൻ ആ ഭാഗത്തേക്കാണ് അതിൻ്റെ പോസിറ്റീവ് വോൾട്ടേജ് വരിക. അങ്ങോട്ട് നമുക്ക് ജമ്പർ കൊടുത്ത് നോക്കാം. അഥവാ സക്സസ് ആയാലും ഓക്കെ, സക്സസ് ആയിട്ടില്ലെങ്കിൽ നമുക്ക് വേറെ ഒരു സൊല്യൂഷൻ കൂടെ നോക്കാം. ആദ്യമായിട്ട് സ്ക്രാച്ച് ചെയ്യുക, ബ്ലേഡിനെ നന്നായിട്ടൊന്ന് സ്ക്രാച്ച് ചെയ്യുക. രണ്ടാമത്തെ പോയിൻ്റാണ് സ്ക്രാച്ച് ചെയ്യേണ്ടത്. സ്ക്രാച്ച് ചെയ്തതിന് ശേഷം ഇച്ചിരി ലെഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇച്ചിരി ഫ്ലെക്സ് തേക്കുക, ലെഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ജമ്പർ വയർ നമുക്ക് കണക്ട് ചെയ്യാം. ചെറുതായിട്ട് ജമ്പർ വയർ ഒന്ന് ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്തതിന് ശേഷം കണക്ട് ചെയ്യാം. കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ലൈറ്റിൻ്റെ ഇതിലെ തന്നെ ഈ ഇതിൻ്റെ ഇടയ്ക്കൂടെ ഈ വയർ എടുക്കുക അപ്പുറത്തേക്ക്. അതാവും, അല്ല ബ്രേക്ക് ആകാനുള്ള സാധ്യതയുണ്ട്. എടുത്തതിന് ശേഷം നമ്മൾ ഈ ലൈറ്റിൻ്റെ ഈ സൈഡിൽ കൊടുക്കുകയാണ്, അതിൻ്റെ കണക്ഷൻ കൊടുക്കുകയാണ്. ഇതാണ് അതിൻ്റെ പോസിറ്റീവ് വോൾട്ടേജ് കയറുന്ന കണക്ഷൻ. നിങ്ങളെപ്പോഴും പോസിറ്റീവ് വോൾട്ടേജ് കയറുന്ന കണക്ഷൻ ഏതാണെന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അഥവാ അല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് കണക്ഷൻ കൊടുത്തേച്ച് ഷോർട്ടിങ് ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്താലും മതിയാവും. അപ്പോൾ ഞാൻ ഏതായാലും കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. കണക്ഷൻ കൊടുത്തേച്ച് നമുക്ക് ഡിസ്പ്ലേ ഒന്നിടാം. പിന്നെ ഇതിന് 1010 1203 ഈ രണ്ട് മോഡലും നമുക്ക് ഇതേ സെയിം രീതിയിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഷോട്ടിങ് എന്നുണ്ടോ എന്ന് നോക്കാം. ഷോട്ടിങ് കാണുന്നില്ല. അപ്പം നമുക്കൊന്ന് ബാറ്ററി ഇട്ട് ഓണാക്കി നോക്കാം. ഈ രണ്ട് മോഡലും 105 1010 1203 ഈ മോഡലുകളൊക്കെ ഈ രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഓണായിട്ടുണ്ട്. ഡിസ്പ്ലേയുടെ ഡിസ്പ്ലേ ലൈറ്റിൻ്റെ പ്രോബ്ലം മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ടുള്ളവർ താഴെ കമൻറ്റായിട്ട് ചോദിക്കുക. അപ്പോൾ ഒരു പുത്തൻ കിടിലൻ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.